തന്നെ അതിന് നല്ല നല്ല ഭംഗിയുണ്ട്. ഒരു എന്താണ് മേഘങ്ങളുണ്ട്, മൗണ്ടൻ ഉണ്ട്, ട്രീ ഉണ്ട്, ഇനി ഒരു അരുവിയും കൂടെ ആണോ? അതെ, അതിന്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അരുവി കൊടുക്കാം. ഓക്കെ. ഇനി ഷർമിനയുടെ അപ്കമിങ് ഇവന്റ്സ് എന്തൊക്കെയാണ്? ഇപ്പം നമുക്ക് ഓയിൽ പെയിന്റിംഗിൽ ഒരു ടാലന്റ് ഉണ്ടെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനിയും എന്തൊക്കെയാണ്, ഇനി ഉള്ള ഇവന്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ കുട്ടികൾക്കായിട്ടൊരു ടാലന്റ് ഹണ്ട് പരിപാടി നടത്തുന്നുണ്ട്. അത് നവംബർ 20th നവംബർ 20th ആപ്പിൾ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചിട്ട് നടത്തുന്ന ഒരു ഇവന്റ് ആണ്. ഓൾ ഓവർ UAE എല്ലാ സ്കൂൾ സ്റ്റുഡൻസിന് കിഡ്സ് ലൈക്ക് KG till 12th കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഡയറക്റ്റ് രജിസ്ട്രേഷൻ ആണ്. നമുക്ക് സ്കൂൾ ത്രൂ വരണമെന്നില്ല, സ്കൂൾ ത്രൂ ആയാലും കുഴപ്പമില്ല. ടാലന്റ് ഹണ്ടിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഒന്ന് സിംഗേഴ്സ്, പിന്നെ ഒരെണ്ണം ആർട്ടിസ്റ്റ്, പിന്നെ ഇൻസ്ട്രുമെന്റലിസ്റ്റ് ആൻഡ് ലിറ്ററേച്ചർ. ഈ 4 സെഗ്മെന്റിലാണ് കോമ്പറ്റീഷൻ നടത്തുന്നത്. എൻ്റെ ഫ്ലെയറൊക്കെ എൻ്റെ FB പേജിൽ ഉണ്ടാവും. ഷർമിന സിമി M നടിച്ചാൽ അതിലുണ്ടാവും എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. നവംബർ 20th ടാലന്റ് ഹണ്ട് നടത്തുന്നത്. അപ്പോൾ അതിലെല്ലാവർക്കും എല്ലാ സ്റ്റുഡൻസിനും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം അതിലെന്തായാലും എന്ന് വെച്ചാൽ ഇഫ് ഇറ്റ് ഇസ് സിംഗേഴ്സ്, നമ്മൾ തന്നെ ഇവൻറ്റ്സ് നടത്തുന്നുണ്ട് ദുബായിൽ വെച്ചിട്ട്. അപ്പം അതിൽ ഇവൻറ്റ്സ് വരുമ്പോൾ സെലിബ്രിറ്റീസ് വന്നിട്ട് സിംഗ് ചെയ്യുന്ന അങ്ങനത്തെ കോൺസേർട്സ് നടത്താറുണ്ട്. അപ്പോൾ അതിൽ അവർക്കൊരു അവസരം കൊടുക്കും നമുക്ക് ഇതിൽ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക്. ഏജ് കാറ്റഗറി ഇല്ല, കിഡ്സ് ടു 12th എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ ഒരു ആർട്ട് എക്സിബിഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സിബിഷനിലേക്ക് ഇവിടുന്ന് സെലക്ടഡ് പീസസ് നമ്മൾ എക്സിബിറ്റ് ചെയ്യും. ഇവർക്കായിട്ടൊരു സ്പേസ് അവിടെ മാറ്റി വെക്കും. അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദിസ് ടാലന്റ് ഹണ്ട് അവിടെ കഴിഞ്ഞിട്ട് അവിടെ തീരുന്നില്ല, ഇറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നല്ല കാര്യമാണ്. അതെ അതെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ശരിക്കും ഇത് കുട്ടികൾക്ക് അതായത് കിഡ്സ് മുതലുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, KG to. അപ്പം ശരിക്കും ഇങ്ങനെ ടാലന്റ് ഉള്ള കുട്ടികൾക്ക് പലപ്പോഴും പലരുടെയും വീടുകളിൽ കാണും കുട്ടികൾ, ടാലന്റ് ഉള്ള കുട്ടികൾ കാണും. പക്ഷെ അവർക്ക് അവരെ എങ്ങനെയാണ് ആ ഒരു ടാലന്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് പലർക്കും അറിയില്ല, പല പേരൻസിനും അറിയില്ല. ഇപ്പൊ ചിലപ്പോൾ പലവരുടെ വീടുകളിൽ കുട്ടികൾ നന്നായി വരയ്ക്കുന്നവർ കാണും, അല്ലെങ്കിൽ ചുമ്മാ അത് സ്ക്രബിൾ ചെയ്ത് പോകുന്നവർ കാണും. പക്ഷെ അതിൽ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആ കുട്ടികളുടെ ഒരു ടാലന്റ് ഉണ്ടാവണം. ഞാൻ പറയുന്നത് ഈ കുട്ടികൾ ഇപ്പൊ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത കുട്ടികളല്ല, അതിന് ട്രെയിനിങ് എടുത്ത കുട്ടികൾ മാത്രമല്ല ഇതിൽ പങ്കെടുക്കേണ്ടത്, അല്ലാത്തവരും പങ്കെടുക്കണം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പങ്കെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇപ്പൊ നമ്മളെന്ന് വെച്ചാൽ ടാലന്റ് ഇപ്പൊ സിംഗിങ് എന്ന് പറയുമ്പോൾ അവർ ക്ലാസിക്കൽ പാടിയാലും സെമി ക്ലാസിക്കൽ പാടിയാലും വി ഹാവ് കാറ്റഗറൈസ്ഡ്. അപ്പൊ ഏത് ലാംഗ്വേജ് പാടിയാലും ഇറ്റ് ഡസന്റ് മാറ്റർ. നമ്മൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് അവരുടെ വോയിസ്, അവരുടെ സ്റ്റേജ് പ്രസൻസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അവർക്ക് എനിക്കൊക്കെ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്റെ ടൈമിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുമല്ല ഇത് അതെ, ഞാൻ എന്താ പറയുന്നത്, അതെന്റെ ഒരു പാഷനാണ്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് അല്ല, ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് അല്ല, ബട്ട് സ്റ്റിൽ എന്താ പറയണ്ട, അങ്ങനെ അത് പല സമയത്തായിട്ട് നമ്മളെ മൂഡ് സ്വിങ്സ് അനുസരിച്ചിട്ട് ശരിക്കും അങ്ങനെ ഒരു ടാലന്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ടാലന്റ് ഉള്ള കുട്ടികളെ നമുക്ക് മാക്സിമം എന്താണ് പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചാൽ അവർ ഏത് ലെവലിൽ വരെ എത്തും നമുക്ക് പറയാൻ പറ്റില്ല, ഊഹിക്കാൻ പറ്റില്ല നമ്മള്. കാരണം ഇപ്പൊ എന്റെ ഞാൻ പ്രൊഫഷണലി ഇപ്പൊ ഫൈൻ ആർട്സ് കോളേജിൽ പോയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആളൊന്നും അല്ല, ബട്ട് ഐ ഹാവ് ടേക്കൺ സം ട്രെയിനിങ്. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ ലൈക്ക് പ്രമോദ് സർ ഉണ്ടായിരുന്നു, എൻ്റെ ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, കാലിക്കറ്റ്. അവിടെ നമ്മുടെ ഒരു പ്രമോദ് സർ ഉണ്ടായിരുന്നു. ആക്ച്വലി മൂപ്പറാണ് എൻ്റെ ഗുരു എന്ന് പറയാം. അപ്പൊ അദ്ദേഹമാണ് എൻ്റെ ഗുരു. അവര് എന്താ പറയണ്ട, ഞാൻ പഠിച്ചത് അതിൻ്റെ ഒരു ബേസിക്സ് ഒക്കെ ഗ്രാസ്പ് ചെയ്തത് ആളുടെ അടുത്ത് തന്നെയാണ്. ശരിക്കും എല്ലാത്തിനും നമുക്കൊരു ഗുരുനാഥൻ വേണം അല്ലേ? അതിനുശേഷം പിന്നെ ലേറ്റർ ഓൺ ഞാൻ പല വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെന്റെ ഒരു പാഷനാണ്. അപ്പൊ ഐ ഗോ ഫോർ ഇറ്റ്. അപ്പൊ അങ്ങനെ പാഷൻഡ് ആയിട്ടുള്ള കുട്ടികൾ വേണം ഇതിൽ എന്താ പറയണ്ട പങ്കെടുക്കാൻ. എന്താ പറയണ്ട, അവര് ഇതിലൊരു ടാലന്റ് പ്രൂവ് ചെയ്തിട്ട് ആവണമെന്നില്ല. അപ്പൊ ശരിക്കും അങ്ങനെ ടാലന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു ടിപ്പ് എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധിക്കും? ഏതിലിപ്പോ അതെ അതെ, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആരായാലും ഇപ്പൊ കുട്ടികള് അവർക്ക് തോന്നുവാണ് ഇപ്പൊ എന്തെങ്കിലും ചെയ്യണം, അവർക്ക് അതിന്റെ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ലൈക്ക് ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ദേ ഹാവ് ടു ട്രൈ. എന്താ മനസ്സിലുള്ളത്, ദേ ഹാവ് ടു ട്രൈ. ഫസ്റ്റ് ടൈം അത് മഹാമോശമായിരിക്കും, സ്പോയിൽ ആയിട്ടുണ്ടാവും, അതൊന്നും നോക്കരുത്. ബട്ട് അങ്ങനത്തെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു കീപ് ട്രൈങ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ദാറ്റ് ഈസ് ദ ട്രിക്ക്. അതിൽ നമ്മൾ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തരുത്. അല്ലെങ്കിൽ മോശമായി തന്നെ കളറിംഗ് ബുക്കിലൊക്കെ അതൊന്നും ശ്രദ്ധിക്കണ്ട. അവർക്ക് അതിൽ പാഷൻ ഉണ്ടെങ്കിൽ ലെറ്റ് ദം ഡു ഇറ്റ്. അപ്പൊ നമുക്ക് ഏതായാലും ഈ പ്രോഗ്രാം, ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്ന് ഇത്രയും നല്ല ചിത്രങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ചവെച്ചു. അതുകൂടാതെ
കൂടാതെ തന്നെ വളരെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ലാൻഡ്സ്കേപ്പ് പെട്ടെന്നാണ് നമ്മൾ അതിന് നല്ലൊരു പെർഫെക്ഷനോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നും ഇനി കുട്ടികൾക്ക് ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാനും സാധിച്ചു. ഇങ്ങനെ വരയ്ക്കുന്ന പല കുട്ടികളും ഉണ്ടാവും. ഇനി അവർക്കൊരു ടാലന്റ് ഹണ്ട് ഇതിനായിട്ട് പോകണം എന്ന് താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ എല്ലാം എന്താ പറയണ്ടത്, നമ്മൾ ഈ ടാലന്റ് ഹണ്ട് ആണെങ്കിലും എന്താണെങ്കിലും അത് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോർ വേൾഡ് ഓഫ് സ്മൈലിംഗ് ചിൽഡ്രൻ എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് നമുക്ക്. ഞാൻ അതിന്റെ മെമ്പറാണ്. അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ ചാരിറ്റി ബേസ്ഡ് ആണ് നമ്മൾ നടത്തുന്ന എല്ലാ ഇവന്റ്സും അതിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന്. അപ്പോൾ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.